നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലറെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ഓഫീസിന് മുന്നിലെ റോഡിൽ കിടന്ന് പ്രതിഷേധം. പ്രക്ഷോഭിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പോലീസ് മേധാവി മറുപടി പറയണമെന്നും പ്രക്ഷോഭിനെ രക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്നും അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണമെന്നും ശോഭ സുരേന്ദ്രൻ. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും BJP. SP ബാലസുബ്രഹ്മണ്യൻ എന്ന അനശ്വര ഗായകന്റെ ശബ്ദം പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ MM കീരവാണി. VT ഭട്ടതിരിപ്പാട് സ്മാരക സാംസ്കാരിക സമുച്ചയത്തിൽ ഗായകൻ SP ബാലസുബ്രഹ്മണ്യന്റെ പ്രതിമ അനാച്ഛാദനം. നർമ്മത്തിൽ കലർന്ന വർത്തമാനകാല രാഷ്ട്രീയവുമായി ചലച്ചിത്ര സ്റ്റേജ് ഷോ താരങ്ങൾ. UDF പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. പാലക്കാട്ടുകാരെ ആവേശത്തിലാഴ്ത്തി ആട്ടവും പാട്ടുമായി കാണികളെ കയ്യിലെടുത്ത താരങ്ങൾ. വാർത്തകൾ വിശദമായി. യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലറെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ഓഫീസിന് മുന്നിലെ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. പ്രക്ഷോഭിന്റെ അറസ്റ്റ് വൈകുന്നതിൽ ജില്ലാ പോലീസ് മേധാവി മറുപടി പറയണമെന്നും പ്രക്ഷോഭിനെ രക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്നും അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും BJP ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പ്രതിഷേധം. ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മഹിളാ മോർച്ച BJP പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനമായാണ് എത്തിയത്. ജില്ലാ പോലീസ് ഓഫീസിന് സമീപം ബാരിക്കേഡ് നിരത്തി പോലീസ് മാർച്ച് തടഞ്ഞു. ഇതോടെ ശോഭ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രക്ഷോഭിന്റെ അറസ്റ്റ് വൈകുന്നതിൽ ജില്ലാ പോലീസ് മേധാവി മറുപടി പറയണമെന്നായിരുന്നു ആവശ്യം. പ്രക്ഷോഭിനെ രക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണെന്നും അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അന്വേഷണത്തിൽ പോലീസിന്റെ അനാസ്ഥ ആരോപിച്ച ശോഭ ഉൾപ്പെടെയുള്ളവർ റോഡിൽ പായ വിരിച്ചു കിടന്നു. അരമണിക്കൂറിനകം പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പോലീസ് അംഗീകരിച്ചില്ലെങ്കിൽ BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മുന്നറിയിപ്പ് നൽകി. പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ P സ്മിതേഷ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം DYSP CL ഷാജു ശോഭ സുരേന്ദ്രനുമായി സംസാരിച്ചു. നിയമപരമായ എല്ലാ നടപടിയും അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ആവശ്യമെങ്കിൽ പ്രതിഷേധക്കാർക്ക് പോലീസ് മേധാവിയുമായി സംസാരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതംഗീകരിച്ച് പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായി സമരക്കാർ അറിയിച്ചു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ, നഗരസഭാ മുൻ അധ്യക്ഷ പ്രമീള ശശിധരൻ, ഉപാധ്യക്ഷ T ബേബി, സ്ഥിരം സമിതി അധ്യക്ഷ TS മീനാക്ഷി, അശ്വതി മണികണ്ഠൻ, സുമതി, സുരേഷ്, BJP വനിതാ കൗൺസിലർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രക്ഷോഭനെ പിടിക്കാത്ത പോലീസ് എന്തുകൊണ്ടാണ് പ്രക്ഷോഭനെ പിടിക്കാത്തത്? പ്രക്ഷോഭന്റെ ആശാൻ ഷാഫി പറമ്പിലാണെന്നും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ആശാനെ കാണിച്ചു കൊടുത്തു എന്നും പെൺകുട്ടി പറഞ്ഞാൽ ഈ തൊപ്പിയിട്ട് നിൽക്കുന്നവർക്ക് പോലീസിനെ പിടിക്കാൻ അറിയില്ലേ? അത് പിടിക്കണം, അല്ലെങ്കിൽ ഉറപ്പ് കിട്ടണം. ഷാഫി പറമ്പിലിനെ ചോദ്യം ചെയ്യണം. കാരണം ആശാനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തുവെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ എന്താ പാലക്കാട്ടിലെ പോലീസിന് ബാധ്യതയും? അത് അവരന്വേഷിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. VT ഭട്ടതിരിപ്പാട് സ്മാരക സാംസ്കാരിക സമുച്ചയത്തിൽ ഗായകൻ SP ബാലസുബ്രഹ്മണ്യന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അനാച്ഛാദന കർമ്മം സംഗീത സംവിധായകൻ MM കീരവാണി നിർവഹിച്ചു. SPB എന്ന അനശ്വര ഗായകന്റെ ശബ്ദം പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്നും MM കീരവാണി പറഞ്ഞു. പാതി വഴിയിൽ നിലച്ച മനോഹര ശബ്ദമാണ് SPBയുടേത്. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്നത് തന്നെ പുണ്യമാണെന്നും കീരവാണി പറഞ്ഞു. SPBയുടെ മക്കളായ SP ചരൺ പല്ലവി ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. SPB മെമ്മോറിയൽ പാർക്ക് ഗായകരായ ഹരിഹരനും KS ചിത്രയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖം MD ഡോക്ടർ വിദ്യ S അയ്യർ, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ്, ഗായകരായ സുജാത മോഹൻ, ഗംഗൈ അമരൻ, YG മഹേന്ദ്രൻ, ഉണ്ണി മേനോൻ, ശ്രീനിവാസ്, വിജയ് യേശുദാസ്, മധു ബാലകൃഷ്ണൻ, ബിജു നാരായണൻ, സുദീപ് കുമാർ, അനൂപ് ശങ്കർ, പാലക്കാട് ശ്രീരാം, രവിശങ്കർ, റിമി ടോമി, ജോത്സന, സിതാര, കൃഷ്ണകുമാർ, അഫ്സൽ, സ്റ്റീഫൻ ദേവസി, KK നിഷാദ്, രാജലക്ഷ്മി, നിത്യ മാമൻ, രൂപരേവതി, കല്ലറ ഗോപൻ എന്നിവരും അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നർമ്മത്തിൽ കലർന്ന വർത്തമാനകാല രാഷ്ട്രീയവുമായി ചലച്ചിത്ര സ്റ്റേജ് ഷോ താരങ്ങൾ. പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പാലക്കാടെത്തി. പാലക്കാട്ടുകാരെ ആവേശത്തിലാഴ്ത്തി ആട്ടവും പാട്ടുമായി കലാകാരന്മാർ കാണികളെ കയ്യിലെടുത്തു. പിഷാരടിയുടെ സഹപ്രവർത്തകരായ ചലച്ചിത്ര സ്റ്റേജ് ഷോ മേഖലയിലുള്ള കലാകാരന്മാരാണ് പ്രചരണത്തിനെത്തിയത്. നാദിഷ, കോട്ടയം നസീർ, കലാഭവൻ ഷാജോൻ,
ധർമ്മജൻ ബോൾഗാട്ടി, ബിബിൻ ജോർജ്, ഷാജു കലാഭവൻ, ജോജു, സുധീർ പറവൂർ, ഷിൻ ഷാൻ തുടങ്ങിയ കലാകാരന്മാരാണ് പങ്കെടുത്തത്. പിഷാരടി കൂടി എത്തിയതോടെ സദസ്സാകെ ആവേശഭരിതമായി. പാടിയും മിമിക്രി അവതരിപ്പിച്ചുമെല്ലാം സുഹൃത്തുക്കൾ പിഷാരടിക്കു വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു. ഇതോടെ സദസ്സാകെ ഇളകി മറിഞ്ഞു. നൃത്തം, വിവിധ അഭ്യാസ പ്രകടനങ്ങൾ, ചലച്ചിത്രകാരങ്ങളുടെ അവതരണം എന്നിങ്ങനെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി പഞ്ചായത്തിൽ കോങ്ങാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി തുളസി ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. നിരവധി UDF നേതാക്കളും പ്രവർത്തകരും പര്യടന പരിപാടികളിൽ പങ്കെടുത്തു. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നേരിട്ട് കടന്നുവന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം എല്ലാ UDF നേതാക്കന്മാരും കടന്നുവന്ന് അതത് ജില്ലകളിലുള്ള വിവിധ മേഖലകളിലുള്ള എല്ലാ ജനങ്ങളെയും നേരിട്ട് കണ്ട് അവർക്ക് പറയാനുള്ളത് കേട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്, അതിനെ ഏത് വഴിയിലൂടെ നമ്മൾ പരിഹരിക്കണം എന്ന് തുടങ്ങി വിശദമായ ചർച്ചകൾ നടത്തി ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സംസ്ഥാനത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക. രാഹുൽ ഗാന്ധി നമ്മുടെ പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുമ്പോൾ AICC നിരീക്ഷക പാലക് വർമ്മ, DCC സെക്രട്ടറിമാരായ CN ശിവദാസൻ, KM അബ്ദുൾ സത്താർ, ബ്ലോക്ക് പ്രസിഡന്റ് വിനയൻ മാസ്റ്റർ, UDF കൺവീനർ സലാം തറയിൽ, അബ്ദുൾ ഖാദർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ, ബ്രിജേഷ് പ്രേം, അനിൽകുമാർ, പ്രവാസി ലീഗ് നേതാവ് ബഷീർ കഞ്ഞിച്ചാലിൽ, ആനന്ദ് ജി, അലി അസ്കർ മാസ്റ്റർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. വഴിയോരങ്ങളിൽ, വീടുകളിൽ വാഹനയാത്രക്കാർ, തൊഴിലാളികൾ, വ്യാപാരികൾ എന്നിവരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കര നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. ആറ്റൂർ മണലാടിയിൽ നിന്നും തുറന്ന ജീപ്പിലായിരുന്നു പര്യടന പരിപാടി. ഈ നാട്ടിലെത്തിക്കുന്നതിനായി കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരനായ ആളുകൾക്ക് കേന്ദ്ര പദ്ധതികൾ നേരിട്ടെത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുന്നതിന് വിമുഖത കാട്ടുന്ന ഇടത് വലത് മുന്നണികളെ ഈ നാട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടും ഒരു തുടക്കം ഈ തവണ ഉണ്ടാക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈകിട്ട് മുള്ളൂർക്കര ടൗണിൽ സമാപനം കുറിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥിയെ വിവിധ സ്ഥലങ്ങളിലെ നേതാക്കന്മാർ പൊന്നാടിയും മെമ്മന്റോയും നൽകി സ്വീകരിച്ചു. ചടങ്ങിൽ BJP നേതാക്കളായ MA രാജു, വിജീഷ് അള്ളന്നൂർ, മോഹനൻ പറമ്പിൽ, C രാജീവ്, NH നീലകണ്ഠൻ, KN രാമചന്ദ്രൻ, MN ഭാസ്കരൻ, മനീഷ്, പത്മജ രമേശ്, ബീന മണികണ്ഠൻ, BV പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മുണ്ടമുഖ അയ്യപ്പൻകാവ് ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി തീയന്നൂർ മനക്കിൽ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അയ്യപ്പൻകാവ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയും കൂടാതെ കരോക്കെ ഗാനമേളയും വാരസദ്യയും ഉണ്ടായിരുന്നു. ഏപ്രിൽ 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 8 ദിവസത്തെ ഉത്സവം ചൊവ്വാഴ്ച വൈകിട്ട് 6 സമാപിക്കും. മുണ്ടമുഖ അയ്യപ്പൻകാവിൽ ക്ഷേത്രമഹോത്സവത്തിന് കൊടി ഇന്ന് കയറിയിരിക്കുകയാണ്. ഏപ്രിൽ 7-ാം തീയതിയോടുകൂടി ഉത്സവം പര്യവസാനിക്കും. ഈ ദിവസങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള പൂജകൾ, താന്ത്രിക ചടങ്ങുകൾ കൂടാതെ എല്ലാ ദിവസവും പ്രശസ്തരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ കലാപരിപാടികളും കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വലിയ കൃതജ്ഞതയുണ്ട്. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളിനി 4 ദിവസം പ്രസാദോട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
അതേമാതിരി എല്ലാ പരിപാടികളും ഉത്സവവേലി അടക്കമുള്ള ആറാട്ട് എഴുന്നള്ളിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സജീവമായ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കോട്ടായി കീഴത്തൂർ ALP സ്കൂളിൻ്റെ 47ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ M. ഹാജി മുഹമ്മദ് കരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK അമാനുള്ള ഷമീർ ഖാൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ A. സുബൈർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് SSK DPC MR മഹേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുഴൽമന്ദം BRC ERCC N. നിഷാന, മുൻ അറബിക് അധ്യാപകൻ U. മുഹമ്മദ്, പൂർവ്വ വിദ്യാർത്ഥി KA ഇർഷാദ്, MPTA പ്രസിഡന്റ് I. സജിന, PTA വൈസ് പ്രസിഡന്റ് G. ഗോപിക, MPTA വൈസ് പ്രസിഡന്റ് R. രേഷ്മ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി KS ഷീഫ സ്വാഗതവും SRG കൺവീനർ S. സൂര്യ നന്ദിയും പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നാടിൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ അടിസ്ഥാനം എന്നത് നാം ഇടയ്ക്കിടെ ഓർക്കേണ്ടതുണ്ടെന്ന് പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ KPS പയ്യനടം പറഞ്ഞു. മുണ്ടൂർ നാമ്പുള്ളിപ്പുര SVM-ALP സ്കൂളിൻ്റെ 76ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ട ഒരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വർഷം, ഇതിപ്പോ 96 വർഷമായി. 96 വർഷമായിട്ട് ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരിന്ന് ജീവിതത്തിൽ എവിടേക്കോ എത്തി. 96 വയസ്സെന്ന് പറയുമ്പോൾ ഈ വിദ്യാലയം തുടങ്ങിയ കാലത്ത് ഇവിടെ വന്ന് ആദ്യമായി അക്ഷരം എഴുതി പഠിച്ച ഒരാൾ ഇപ്പോൾ ജീവിച്ചും ഇരിക്കണമുണ്ടാവണമെന്നില്ല. കാരണം പഴയ കാലത്ത് 5 വയസ്സിലൊന്നും സ്കൂളിൽ ചേർത്തില്ല, 6 വയസ്സിൽ ചേർത്താൽ മതി. ചിലപ്പോൾ അത്രയും അല്ല, അതിലും കൂടുതലായിട്ട് 14 വയസ്സിലും 15 വയസ്സിലും 1ാം ക്ലാസ്സിൽ ചേർത്ത ആളുകളെ എനിക്കറിയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചിലരെ പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് സ്കൂൾ തുടങ്ങുമ്പോൾ അതുവരെ സ്കൂളിൽ വരാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ നാട്ടിലുള്ളത്. PTA പ്രസിഡന്റ് TA അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. സീരിയൽ നടി റഷീന റഹ്മാൻ മുഖ്യാതിഥിയായി. സ്കൂൾ കലാപരിപാടികളുടെ ഉദ്ഘാടനം പിന്നണി ഗായിക കുമാരി തീർത്ത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി P. സുനിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുണ്ടൂർ യുവക്ഷേത്ര വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ഒലിക്കൽ ഉപഹാര സമർപ്പണം നടത്തി. ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം കരാട്ടെ പരിശീലകൻ രമേശ് നിർവഹിച്ചു. ഫോട്ടോ അനാച്ഛാദനവും പത്രപ്രകാശനവും നടന്നു. NSS വിജയികൾ മെഗാകിസ് വിജയികൾക്കുള്ള സമ്മാന വിതരണം TM അജിത് BPC നിർവഹിച്ചു. വിരമിക്കുന്ന 2 അധ്യാപകർക്ക് യാത്രയപ്പും ഉപഹാരങ്ങളും നൽകി. സ്കൂൾ മാനേജർ സുഭാഷ്, വിവിധ അധ്യാപക യൂണിയൻ പ്രതിനിധികളായ K. മനോജ്, P. പ്രമോദ് ചന്ദ്രൻ, P. രാജീവ്, HM ഫോറം MD പ്രകാശൻ, MS പ്രേമ, CV ശ്യാമള, B. വിജയകുമാർ, SMC ചെയർമാൻ ഷഹദ്, MPTA പ്രസിഡന്റ് PK ഷീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗണേഷ്ഗിരി സെന്റ് ആന്റണീസ് LP സ്കൂൾ 89ാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ ലത വാർഷികവും ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. ഗണേഷ്ഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൻ്റെ 89ാം വാർഷികം എക്സലൻസിയ 2K26 എന്ന പേരിൽ ചൊവ്വാഴ്ച സമുചിതമായി ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ ലത വാർഷികാഘോഷം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ 89ാമത് സെന്റ് ആന്റണീസ് LP സ്കൂളിന്റെ വാർഷികാഘോഷം ഇന്ന് ഇതാണ് അല്ലേ? വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത്. കാരണം 89ാമത് വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം ഒരുപാട് ചടങ്ങിൽ PTA പ്രസിഡന്റ് സൂരജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്സസ് വിനിത, മാനേജ്മെന്റ് പ്രതിനിധി K. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിലെ ആയ അനിതയ്ക്കുള്ള ടീച്ചേഴ്സിന്റെ ഉപഹാരം ചടങ്ങിൽ കൗൺസിലർ ലത കൈമാറി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ, മാനേജ്മെന്റ് പ്രതിനിധി
എന്നിവർ വൈകിട്ട് വരെ നീണ്ട വാർഷികാഘോഷത്തിൽ സംബന്ധിച്ചു. കലാപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലറെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ഓഫീസിന് മുന്നിലെ റോഡിൽ കിടന്ന് പ്രതിഷേധം. പ്രക്ഷോഭിന്റെ അറസ്റ്റ് വഹിക്കുന്നതിൽ പോലീസ് മേധാവി മറുപടി പറയണമെന്നും പ്രക്ഷോഭിനെ രക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്നും അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണമെന്നും ശോഭ സുരേന്ദ്രൻ. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും BJP. SP ബാലസുബ്രഹ്മണ്യൻ എന്ന അനശ്വര ഗായകന്റെ ശബ്ദം പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ MM കീരവാണി. VT ഭട്ടതിരിപ്പാട് സ്മാരക സാംസ്കാരിക സമുച്ചയത്തിൽ ഗായകൻ SP ബാലസുബ്രഹ്മണ്യന്റെ പ്രതിമ അനാച്ഛാദനം. നർമ്മത്തിൽ കലർന്ന വർത്തമാനകാല രാഷ്ട്രീയവുമായി ചലച്ചിത്ര സ്റ്റേജ് ഷോ താരങ്ങൾ. UDF പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. പാലക്കാട്ടുകാരെ ആവേശത്തിലാഴ്ത്തി ആട്ടവും പാട്ടുമായി കാണികളെ കയ്യിലെടുത്ത താരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.